ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഡോറിന് ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഡോർ ഗാർഡ്. ഐപോപ്പിൻ്റെയാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഒട്ടിക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. മാക്സിമം ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ കടയിൽ ചെന്ന് ഒട്ടിക്കുന്നതായിരിക്കും അത്രയും പെർഫെക്റ്റ്. കാരണം എനിക്കൊരു അബദ്ധങ്ങളൊക്കെ ആർക്കും പറ്റാം. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി, അത് ഞാൻ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്താ ഒട്ടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഒരു മതിൽ വണ്ടി വളച്ചപ്പോൾ ചെറിയൊരു ഉരവലുണ്ടായി. ആ ഉരവൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഓർത്തു ഇത് ഒട്ടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് വരത്തില്ലായിരുന്നു. അത് ജസ്റ്റ് ഒരു ചിന്ത മാത്രമാണ്. കറക്റ്റായിട്ട് അത് എനിക്ക് ഒരു ഉറപ്പുമില്ലാതെ ഒട്ടിച്ചാൽ എന്താണ് ഗുണമെന്ന്. ഇത് പക്ഷേ വേറൊരു വണ്ടി അടുത്ത് കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ ഡോർ തുറക്കുമ്പോൾ ഇടിക്കുമ്പോൾ നമ്മുടെ വണ്ടിക്കോ അപ്പുറത്തെ വണ്ടിക്കോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ സൈഡിലെ പെയിൻറ്റ് കെട്ടാതില്ല, അവരുടെ വണ്ടിക്കോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അത് അങ്ങനെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡോർ ഗാർഡ് ഉപയോഗിക്കുന്നത്. പല ഡോർ ഗാർഡ് അവൈലബിൾ ആണ്. ഐപോപ്പാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ബ്ലാക്ക് കളറിലാണ് മേടിച്ചേക്കുന്നത്. കാരണം നമ്മുടെ വണ്ടി റെഡും ബ്ലാക്കാണ്. അപ്പോൾ വൈറ്റ് കളറുണ്ട്, വൈറ്റ് മാച്ച് ആകാത്ത കാരണമാണ് ബ്ലാക്ക് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നല്ല പ്രൊഡക്റ്റ് ആകണോ ഇല്ലയോ എന്ന് ഞാൻ പിന്നീട് ഒരു മാസത്തിന് ശേഷം ഒരു ഷോർട്ട് വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇതാണ് പാക്കറ്റിൽ 4 ഉണ്ട്. 2 ചെറുതും 2 വലുതും. പിന്നെ മേളിൽ ആദ്യം എഴുതിയിട്ടാണ് ഐപോപ്പ് സിമ്പിൾ ഡോർ ഗാർഡ് എന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ അത് കുറേ ചൈനീസ് ഭാഷയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 3M ടേപ്പും കാണാം. അതിൻ്റെ ടേപ്പിംഗ് ഒക്കെ ഭയങ്കര വൃത്തികേടായിട്ടാണ് തോന്നണം. മിക്കവാറും നമ്മൾ ഇളക്കിയിട്ടൊന്നും ഒട്ടിക്കേണ്ടിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സിമ്പിളാണ് ഒട്ടിക്കാനെന്നൊക്കെയാണ് പറയണത്. അത് നമുക്ക് ഒട്ടിച്ച് നോക്കാം. അപ്പോൾ ഇത് എവിടെ ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് മര്യാദയ്ക്ക് അറിയത്തില്ല. ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിക്കേണ്ടി വരും. ഇവിടെയും ഫ്രണ്ട് ഡോറിൽ, ഇവിടെയും ബാക്ക് ഡോറിൽ ഇവിടെ. ബാക്ക് ഡോറിൽ ഒട്ടിക്കാൻ വളരെ സിമ്പിളാണ്. കാരണം ഇവിടെ നിന്നുള്ള താഴത്തേക്കുള്ള ക്യാരക്ടർ ലൈനിൻ്റെ തൊട്ട് മേളിൽ ഒട്ടിക്കുക എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ബാക്ക് ഡോറിൽ ഒട്ടിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ബാക്കിൽ ഊരിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സ്റ്റിക്കറൊന്ന് ഇളക്കിക്കളയണം. അത് ഇച്ചിരി, കാരണം ഇത് ഇത്രയ്ക്ക് ഫിറ്റ്മെൻ്റ് ഒന്നും അല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് പൊളിഞ്ഞു പോയാൽ നമ്മൾ വേറെ ഒട്ടിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് ഒന്ന് നമ്മൾ ഒട്ടിക്കേണ്ട സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക. നമ്മൾ ഏകദേശം ഒട്ടിക്കാൻ പോകുന്നത് ഇവിടെയൊക്കെ ആയിട്ടാണ്. ഇതിൻ്റെ ജസ്റ്റ് മേളിൽ വെച്ച് ഈ ഡോറിൻ്റെ അറ്റത്തേക്ക് മാക്സിമം അറ്റത്ത് തന്നെ. എന്നാലേ ഈ നമ്മളിപ്പോൾ ഡോറ് തുറക്കുമ്പോൾ ഒരു എഡ്ജ് വന്ന് ഇരിക്കുന്ന സ്ഥലം അവിടെയാണ്. അപ്പോൾ അവിടെയാണ് ഒട്ടിക്കേണ്ടത്. ഇത് നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ്. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അറ്റത്തേക്ക് വരിക മനസ്സിലും. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞു പോകത്തില്ല. ഇതിന് അധികം 1 ഇയറൊക്കെ വാറണ്ടി ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇത്രയും വില കുറവല്ലേ. ഇതിൻ്റെ ശരിക്കുള്ള വില 120 എങ്ങാണ്ടാണ്. ഇതെന്തായാലും കൊള്ളാം. എന്തായാലും ഞാൻ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഡോറിൽ ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഫ്രണ്ടിലും ഇത് ഒട്ടിക്കാൻ പോവുകയാണ്. ഫ്രണ്ടിൽ നമ്മുടെ ഇതിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ നേരെയുള്ള ഭാഗം. ഇത് സൈഡിലേക്ക് ചരിഞ്ഞ ഭാഗം. നേരെയുള്ള ഭാഗമാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, നേരെയുള്ള ഭാഗമാണ് ഇവിടെ വരേണ്ടത്. എനിക്ക് നേരത്തെ ഒട്ടിച്ചപ്പോൾ തിരിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതൊന്നും ആരും ശ്രദ്ധിക്കാനൊന്നുമില്ല. അപ്പം മാക്സിമം നിങ്ങൾ നേരെ ഒട്ടിക്കുക. നേരെയുള്ള ഭാഗം എപ്പോഴും ഡോറിൻ്റെ നേരെ വരിക, ചരിഞ്ഞ ഭാഗം ഡോറിൻ്റെ ഇപ്പുറ സൈഡിൽ വരിക. ഇത് ഏകദേശം ഞാൻ ഇവിടെ അങ്ങ് ഒട്ടിക്കാൻ പോവുകയാണ്. ഇതൊന്ന് ഓടിച്ചിട്ട് വേണം ഗൈസ്. ഇതാ നമ്മൾ അടുത്ത ഒട്ടിക്കാൻ പോവാണ്.
ഗൈസ് നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഭാഗം വന്ന് ഇങ്ങനെ ടക്ക് ഇടിക്കുന്നതാണ്. അപ്പോൾ ഇത് കാണാം. ഇനി അപ്പുറ സൈഡും ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണിക്കാം. ഗൈസ് അപ്പോൾ നമ്മളിത് ഈ സൈഡിൽ ഒട്ടിച്ചു. ഇവിടെ നിന്ന് ചെറുതായിട്ട് തിരിഞ്ഞു പോയി. ഈ ഐപ്പോപ്പ് എന്ന സാധനം ഒരു സൈഡിൽ താഴെ വരുന്നുണ്ടത്. ഇത് നേരെ ഇത് തിരിഞ്ഞു പോയി. ഈ ഭാഗമുള്ളത് ഇപ്പുറ സൈഡിലായിരുന്നു വേണ്ടത്. അത് സാരമില്ല, അത് എനിക്ക് പറ്റിയ വേറെ ഞാൻ സാരില്ലെന്ന് പറയും. വേറെ ആർക്കെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ അലമ്പുണ്ടാക്കിയേനെ. പക്ഷേ ഇവിടെ പെർഫെക്റ്റായി. ഇവിടെ പെർഫെക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഏകദേശം ഇത് കറക്റ്റ് അത് ഇതേപോലെ തന്നെയാണ് അതും ഒട്ടിച്ചേക്കുന്നത്. ഇതും കറക്റ്റായിട്ടുണ്ട്. ഈ സൈഡ് ഫുൾ പെർഫെക്റ്റ്, ആ സൈഡ് പണി കിട്ടി. അപ്പോൾ ഗൈസ് ഇത്ര മാത്രമേ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. കീപ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ അക്കു സൈനിങ് ഔട്ട്. ബൈ.